അക്രമി ചൊവ്വയിൽ നിന്ന് വന്ന് ചൊവ്വയിലേക്ക് തന്നെ മടങ്ങി. അതാണ് പിടികിട്ടാത്തത്. ഇത്തരത്തിലാണ് സെയ്ഫ് അലി ഖാനെതിരായ ആക്രമണത്തിൽ മുംബൈ പോലീസിൻ്റെ വീഴ്ചയ്ക്കെതിരെ വ്യാപക ട്രോളുകൾ സോഷ്യൽ മീഡിയയിൽ പരക്കുന്നത്. ഇതിനിടെയാണ് അക്രമിയെന്ന് വ്യക്തമാക്കി മുംബൈ പോലീസ് ഒരാളെ പിടികൂടിയത്. ഇയാൾ ബംഗ്ലാദേശിയാണെന്നും പോലീസ് പറഞ്ഞിരുന്നു. ഇയാൾ 5 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് കോടതി ഇപ്പോൾ. എന്നാൽ മുംബൈ പോലീസിൻ്റെ പ്രഖ്യാപനങ്ങളെ ചോദ്യം ചെയ്തിരിക്കുകയാണ് കേസിൽ ഹാജരായ അഭിഭാഷകൻ. പിടികൂടിയ വ്യക്തിക്ക് ബംഗ്ലാദേശുമായി യാതൊരു ബന്ധവുമില്ല. അയാൾ ബംഗ്ലാദേശിയാണെന്ന് തെളിയിക്കുന്ന ഒരു തെളിവും പോലീസിൻ്റെ പക്കലില്ലെന്നുമാണ് അഭിഭാഷകൻ സന്ദീപ് ഷെഹാനെ പറഞ്ഞതെന്ന് ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. പോലീസ് പറയുന്നത് ഇയാൾ 6 മാസം മുമ്പ് മുംബൈയിൽ എത്തിയെന്നാണ്. എന്നാൽ 7 വർഷമായി മുംബൈയിൽ താമസിക്കുന്ന വ്യക്തിയാണ് ഇവർ പിടികൂടിയത്. അദ്ദേഹത്തിൻ്റെ കുടുംബവും മുംബൈയിൽ തന്നെയാണുള്ളതെന്നും അഭിഭാഷകൻ പറയുന്നു. ഇയാൾ ബംഗ്ലാദേശിയാണെന്ന് തെളിയിക്കാൻ കോടതി പോലീസിനോട് ആവശ്യപ്പെട്ടതായും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. അതേസമയം പോലീസിൻ്റെ ബംഗ്ലാദേശി ആരോപണം വന്നതോടെ സെയ്ഫ് അലി ഖാൻ വിഷയം രാഷ്ട്രീയ പാർട്ടികളും ഏറ്റുപിടിച്ചിരിക്കുകയാണ്. നുഴഞ്ഞുകയറ്റക്കാരെ പുറത്താക്കണമെന്ന ആവശ്യം പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ചു കഴിഞ്ഞു. അതിനിടെ പോലീസിൻ്റെ നീക്കവും സെയ്ഫ് അലി ഖാൻ്റെ വസതിയിലുള്ളവരുടെ പെരുമാറ്റത്തിലുള്ള പന്തികേടും ദേശീയ മാധ്യമങ്ങളും ചോദ്യം ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അപകടം സംഭവിച്ചാൽ ഏതൊരാളും ചെയ്യുന്നത് 100-ലേക്ക് വിളിക്കുകയാണ്, ഒപ്പം ആംബുലൻസും വിളിക്കും. എന്നാൽ ഇത് രണ്ടും സെയ്ഫിൻ്റെ വീട്ടിലുള്ളവർ ചെയ്തിരുന്നില്ല. ഇതെന്തുകൊണ്ടാണ്? ഇതിനെക്കുറിച്ച് പോലീസ് അന്വേഷണം ഉണ്ടായില്ല. ഇതെന്തുകൊണ്ടാണെന്ന് ഇന്ത്യൻ എക്സ്പ്രസ് അടക്കമുള്ള ദേശീയ മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട്. ആക്രമണത്തിന് ശേഷവും സെക്യൂരിറ്റി ഗാർഡുകൾ വിവരം അറിയിച്ചില്ല. 12ഓളം സെക്യൂരിറ്റികളുള്ള ബിൽഡിങ്ങിലെ ഒരാളുടെ പോലും ശ്രദ്ധയിൽ വരാതെയാണ് അക്രമി അകത്തേക്കും പുറത്തേക്കും പോയത്. ഇതെങ്ങനെ സാധ്യമായി? 4 നിലകളിൽ ഏതിലാണ് പ്രവേശിക്കേണ്ടതെന്നും എവിടേക്കാണ് പോകേണ്ടതെന്നും അക്രമിക്ക് എങ്ങനെ മനസ്സിലായി? അടുത്ത കുടുംബാംഗങ്ങൾക്കും വീട്ടുജോലിക്കാർക്കും മാത്രമേ ഖാനും കുടുംബവും താമസിക്കുന്ന നിലയെക്കുറിച്ച് അറിയുകയുള്ളൂ. സ്വാഭാവികമായും ഇവരിൽ ഒരാൾ, അതുമല്ലെങ്കിൽ ഇവരുമായി പരിചയമുള്ള വ്യക്തിയല്ലേ അക്രമി? കരീന പറയും പോലെ മോഷ്ടാവാണെങ്കിൽ വിലപിടിപ്പുള്ള ഒന്നും അവിടെ നിന്ന് നഷ്ടപ്പെട്ടിട്ടില്ല. പിന്നീട് സംഭവിച്ചതിനെക്കുറിച്ച് വിചിത്രമായ വിശദീകരണമാണ് വന്നിരിക്കുന്നത്. ഖാന് സംഭവിച്ച പരിക്കുകളുടെ സ്വഭാവം സൂചിപ്പിക്കുന്നത് കള്ളൻ്റെ സ്വയം പ്രതിരോധം ആയിട്ടല്ല, പരിക്കുകൾ ഗുരുതരമാണ്. കരീന അടക്കം 10 പേരോളം സംഭവ സമയത്ത് വീട്ടിലുണ്ടായിരുന്നു. ഇവരാരും ഖാനോടൊപ്പം ആശുപത്രിയിൽ പോവാത്തതും സംശയം ജനിപ്പിക്കുന്നതാണ്. ഇത്രത്തോളം ദുരൂഹതകളുള്ളപ്പോഴാണ് ബംഗ്ലാദേശി എന്ന് ആരോപിക്കപ്പെടുന്ന ഒരാളെ വെച്ച് കേസ് അവസാനിപ്പിക്കാൻ മുംബൈ പോലീസ് ശ്രമിക്കുന്നതെന്നാണ് മാധ്യമങ്ങൾ ആരോപിക്കുന്നത്.